അപ്പം നമ്മൾ അന്വേഷിപ്പിൻ കണ്ടെത്തും ടൊവിനോ അളിയന്റെ പടം നമ്മൾ കണ്ടു. അപ്പം ഞാനിപ്പോൾ ഉള്ളത് ഖത്തറിലാണ്. അപ്പം ഖത്തറിലെ തിയേറ്ററിൽ പോയിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഇവിടുത്തെ തിയേറ്ററിൽ പോയി കണ്ടത് ഒരു പുതിയ അനുഭവമായിരുന്നു. പുതിയ തിയേറ്റർ അല്ല, വേറൊരു മോഡൽ തിയേറ്റർ. പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ ചെറിയൊരു വീഡിയോ ആക്കിയിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ കൊടുക്കാം കേട്ടോ. ചെറിയൊരു വീഡിയോ ആക്കിയിട്ടുണ്ട്. അപ്പം അന്വേഷിപ്പിൻ കണ്ടെത്തും ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് പോസ്റ്റർ ഇറങ്ങിയായിരുന്നു. ആ ഒരു പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയതെന്നറിയാമോ, മെമ്മറീസ് ഓഫ് മർഡർ എന്ന് പറഞ്ഞിട്ടൊരു കൊറിയൻ സിനിമയുണ്ട്. ആ സിനിമയുടെ ഒരു പോസ്റ്ററുണ്ട്. ആ പോസ്റ്ററും ഈ പോസ്റ്ററും ഏതാണ്ട് ഒരേപോലെ തന്നെ തോന്നി. അപ്പം അതും ഒരു ക്രൈം ത്രില്ലർ അല്ലെങ്കിൽ ഡിറ്റക്റ്റീവ് മൂവിയാണ്. ഇതും അതേപോലത്തെ മൂവിയാണ്. ഇത് 1990-88 ആ കാലഘട്ടത്തിൽ നടക്കുന്നൊരു കഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാരക്ടേഴ്സിൻ്റെ ലുക്ക്, സ്വഭാവം, ആറ്റിറ്റ്യൂഡ് അതെല്ലാം അങ്ങനെ തന്നെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ പ്രദേശവും കാണിക്കുന്ന സ്ഥലം, വീട് എല്ലാം ആ ഒരു ഇതിൽ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു കളർ ടോണിൽ തന്നെയാണ് ആ ഒരു സിനിമയുടെ ഒരു ലൈനും പോക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഈ ടൊവിനോൻ്റെ ക്യാരക്ടർ ഉണ്ടല്ലോ, അതെടുത്ത് പറയണം. പുള്ളി നല്ല രസമായിട്ട് അതങ്ങ് പിടിച്ച് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കറക്റ്റാണ് ആ ഒരു സംഭവം. നമ്മളൊരു കേസ് അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ പണ്ട് നമ്മൾ സുരേഷ് ഗോപിയുടെ സിനിമ ഉണ്ടല്ലേ, FIR, അതേപോലത്തെ ബഹളം, ഒച്ചെടുക്കൽ, ഷിറ്റ് പരിപാടികളൊന്നുമില്ല. വളരെ നോർമലായിട്ട് അന്വേഷിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈ സീനിയർ ഓഫീസേഴ്സായിട്ടൊക്കെ സംബന്ധിച്ചിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ അതൊക്കെ എല്ലായിടത്തും ഉള്ളതാണ്. പിന്നെ അവിടുത്തെ രാഷ്ട്രീയം മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഈ ജനങ്ങൾക്ക് ഈ ഒരു പോലീസുകാരായിട്ടുള്ള ഒരു മോശമായിട്ടുള്ള ഒരു പ്രശ്നം അന്നൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്. ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ വരുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു എനിക്ക്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ. പിന്നെ സിനിമയുടെ ഒരു മെയിൻ കാര്യത്തിലേക്ക് വരികയാണെന്നാണെങ്കിൽ, ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളൊരു പരിപാടി എന്ന് പറയുന്നത് ഈ ഒരു ത്രില്ലർ പരിപാടിയിലാണ്. ത്രില്ലറിൽ കൂടുതലും ഈ പറഞ്ഞ ഡിറ്റക്റ്റീവ് ത്രില്ലേഴ്സിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ആരാധനയുള്ളതും സിനിമകൾ കൂടുതൽ കാണുന്നതുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. വേറെ ഒരുപാട് മേഖലയുണ്ട്, എന്നാൽ പോലും അതിൽ കൂടുതൽ ത്രില്ലേഴ്സിനോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ നമ്മളെ ത്രില്ലടിപ്പിച്ചോ എന്ന് ചോദിച്ചാൽ, പേഴ്സണലി എന്നെ ഭയങ്കരമായിട്ട് ത്രില്ലടിപ്പിച്ചിട്ടൊന്നുമില്ല ഈ ഒരു സിനിമ. അങ്ങനെ അങ്ങ് കണ്ടിരിക്കാം. അങ്ങനെ കണ്ട് ആണോ ഓ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന ഒരു സിനിമയാണ്. നമ്മൾ കണ്ട് ഞെട്ടി പോകുന്ന രീതിയിലുള്ള സംഗതികളൊന്നുമില്ല. പക്ഷേ ഈ സിനിമ കാണാൻ പറ്റും, കണ്ടിരിക്കാൻ പറ്റും നന്നായിട്ട്. പെർഫോമൻസ് ഞാൻ പറഞ്ഞു, ടൊവിനോ നന്നായിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഒക്കെ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അവരവരുടെ ഭാഗങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഡയറക്ഷനും ഒരു മ്യൂസിക്കും മറ്റ് സംഭവം പശ്ചാത്തല സംഗീതം അതൊക്കെ ഇങ്ങനെയൊക്കെ വന്ന് പോകുന്നുണ്ട്. ഒന്നും ഭയങ്കരമായിട്ട് എടുത്തു പറയാനോ ഭയങ്കര സംഭവമായിട്ടൊന്നും ഉള്ള കാര്യങ്ങളായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ ഒരു സിനിമ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടിരിക്കാം. അതൊരു നല്ലൊരു രീതിയിലാണ് പോകുന്നത്. പിന്നെ ആ ഒരു കാലഘട്ടത്തിൽ ആൾക്കാർ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ആയിട്ടുള്ള കുറേ ഡയലോഗുകളൊക്കെ ഉണ്ട്. ചില സാധനങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ അതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഒരു പഴയ ഒരു സിനിമ, അതായത് പണ്ട് മമ്മൂട്ടിയൊക്കെ സിനിമ നമ്മൾ കണ്ടിട്ടില്ലേ, അപ്പോൾ അന്നൊക്കെ ഉള്ളൊരു ബലം പിടുത്തമൊന്നും ഇല്ലാതെ തന്നെ വളരെ നൈസായിട്ട് ചെയ്തു വെച്ചിട്ടുള്ള ഒരു സിനിമ, അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഒരു രീതിയിലും ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ച് ഒരു സിനിമ കാണരുത്. അല്ലാതെ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നല്ലൊരു സിനിമ കണ്ടതായിട്ട് തോന്നും. ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഒരിക്കലും ഒരു സിനിമക്ക് കൊടുക്കരുത്. ചിലപ്പോൾ സംവിധായകൻ മെമ്മറീസ് ഓഫ് മർഡറൊക്കെ കണ്ടിട്ട് അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു പടമൊക്കെ ചെയ്തിട്ടുള്ളത്. എന്നാലും നന്നായിട്ട് വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയും പുള്ളി ഡയറക്ടർ ചിലപ്പോൾ ഇതിൻ്റെ സീക്വൽസ് ഒക്കെ എടുക്കുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ടൊക്കെ ചെയ്യും, കുറച്ചും കൂടി എൻഗേജിങ് ആക്കും എന്നുള്ളൊരു തോട്ട് എനിക്കുണ്ട്. അപ്പോൾ അതെന്തായാലും ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ സിനിമ കാണാം. മെമ്മറീസ് ഓഫ് മർഡർ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ കാണാം. ഒരു കൊറിയൻ മൂവിയാണ്, അത് കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണാം. അത്ര എനിക്ക് പറയാനുള്ളൂ. ഓക്കെ. പിന്നെ ഒരു കാര്യം, എൻ്റെ കൂടെ 2 പേരുണ്ടായിരുന്നു സിനിമ കാണാനായിട്ട്. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് സിനിമയെ പറ്റി? ജസ്റ്റ് പെട്ടെന്ന് ഒരു വാക്കിൽ പറയും. എനിക്ക് അത്ര ഫീൽ ആയിട്ടില്ല പടം. നമ്മളൊരു ത്രില്ലർ എക്സ്പീരിയൻസ് ഒന്നും കിട്ടിയില്ല. അങ്ങനത്തെ വൺ ടൈം വാച്ചബിൾ ആണോ, കാണാൻ പറ്റുമോ, അത്രയും പറഞ്ഞാൽ മതി. അല്ല, നമ്മൾ ഒരുപാട് വാച്ച് ചെയ്തിട്ടുള്ള ഒരു മൂവിയുടെ ഒരു ജാനറിലാണ് പോകുന്നത്. ഭയങ്കര സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ല എന്നാണ് പറയുന്നത് അല്ലേ? തനിക്കെന്താ തോന്നിയൊരു അടുത്തേക്ക് 90s, അതായത് നമ്മുടെ 90s നടന്ന ഒരു നോർമൽ ഇൻവെസ്റ്റിഗേഷൻ, ആ ഒരു സ്റ്റോറി അറിയാം, അങ്ങനത്തെ ഒരു രീതിയിൽ. അതായത് പ്രത്യേകിച്ച് ടെക്നോളജി ഒന്നും ഇല്ലാത്ത സമയത്ത് സംഭവിച്ചൊരു കാര്യം നടന്ന ആ ഒരു ഫീല്.
അപ്പോൾ വേറൊരു കാര്യം കൂടെ കഥ നടക്കുന്നത് ഈ പറഞ്ഞ പോലെ 90s-ലാണല്ലോ. അപ്പം ഇന്നത്തെ ടെക്നോളജിയിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട്. CCTV മുതൽ ഫിംഗർ പ്രിന്റ് വരെയുള്ള ഫുൾ ടെക്നോളജി ഉപയോഗിച്ച് ആൾക്കാരെ കണ്ടെത്താനൊക്കെയുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. എന്നിട്ടും കേസ് വിജയിക്കുന്നില്ല, അത് വേറെ കാര്യം. പക്ഷേ പഴയതായതുകൊണ്ട് അതിൻ്റെ പരിമിതിയുമുണ്ട്. അപ്പോൾ രണ്ടിൽ നിന്നും നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഞാനൊരു വളരെ വലിയ സിനിമ ആരാധകനായതുകൊണ്ട് തന്നെ എനിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് പോയിട്ടുള്ള ഒരു സിനിമയാണ്. ഞാനൊന്നും എക്സ്പെക്ട് ചെയ്ത് അത് കണ്ട ഒരു സിനിമയാണ്. വളരെ നന്നുണ്ട്. അപ്പോൾ ഞാൻ ആ തിയേറ്ററിൽ കണ്ടിട്ടുള്ള വിഷ്വൽസും കൂടി ഒന്ന് കാണാം. പിന്നെ നിങ്ങൾ ഉറപ്പായിട്ട് ഈ ഒരു സിനിമ പോയി കാണാൻ നിങ്ങൾക്ക് എന്തായാലും അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. ഓക്കെ, താങ്ക് യു. ഇവിടെയാണ് നമ്മൾ അന്വേഷിപ്പിൻ കണ്ടെത്തും സിനിമ കാണാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഇതാണ് സിനിമ 3 എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇതാണ് ഖത്തറിലെ സിനിമാ തിയേറ്റർ. സിനിമാ തിയേറ്ററിലേക്ക് നമ്മൾ കയറുവാണ്. ഖത്തറിലെ സിനിമാ തിയേറ്റർ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ടോളൂ. ആണോ, ടിക്കറ്റ് എടുക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ സെൽഫായിട്ടാണല്ലോ ടിക്കറ്റ് എടുക്കുന്നത്. സെൽഫായിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടാണോ? ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് നമ്പർ അടിച്ചു കൊടുക്കണം അല്ലേ? നമ്പർ അടിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് കേട്ടോ. യെസ്, ടിക്കറ്റ് വന്നിട്ടുണ്ട്. കണ്ടത് ഇതാണ് ടിക്കറ്റ്. ഉണ്ടോ, ഇങ്ങനെയാണ് ഇവിടുത്തെ ടിക്കറ്റ് വരിക. ഉണ്ടോ, ഇത് കണ്ടത് ഇവിടെ തന്നെ ഒരു സ്നാക്സിൻ്റെ കൗണ്ടർ ഉണ്ട്. തിയേറ്ററിലേക്കുള്ള എൻട്രി ടിക്കറ്റ്. ഓക്കെ, അപ്പം നമ്മൾ തിയേറ്ററിലേക്ക് കയറുകയാണ്. സിനിമ കണ്ടു കഴിഞ്ഞിട്ട് കാണാം. സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും ഓരോ ബോട്ടിൽ ജ്യൂസ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് എപ്പോഴും കൊടുക്കുന്നതല്ല, ഇതെന്താണ് ഇങ്ങനെ കൊടുത്തതെന്ന് ആർക്കും അറിയാനും പാടില്ലെന്നാണ് പറഞ്ഞത്.